നമസ്കാരം. ബികോം സെക്കൻഡ് ഇയർ 4ാം സെമസ്റ്റർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തിലെ എന്ന ടെക്സ്റ്റിലെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് മൊഡ്യൂൾ 2 രണ്ടാം മൊഡ്യൂളിൽ വുമൺ ഓൺട്രപ്രണർ, വനിതാ സംരംഭകർ, അവരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് അല്ലേ. അതിൻ്റെ അകത്ത് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രോബ്ലംസ് അല്ലേ, പ്രോബ്ലംസ് ഫേസ്ഡ് വുമൺ ഓൺട്രപ്രണേഴ്സ് ഇൻ ഇന്ത്യ അല്ലേ, അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞു, പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അവരുടെ ഈ പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റെമഡീസ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് വുമൺ ഓൺട്രപ്രണേഴ്സ്. വുമൺ ഓൺട്രപ്രണേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നേരത്തെ കാണിച്ച പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ തുടങ്ങാം, നമുക്കിന്ന് ആ ഭാഗം തൊട്ട് തുടങ്ങാം. ഓക്കെ, റെമഡീസ് ടു സോൾവ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണേഴ്സ്. വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം, റെമഡീസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെമഡീസ് പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണേഴ്സ്. പ്രോബ്ലംസ് നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു. ഇന്ന് അവരുടെ പ്രശ്ന പരിഹാരമാണ്, എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാവുന്നതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഒന്നാമത്തെ പ്രശ്നം നമ്മൾ കണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു ഒന്നാമത്തെ പ്രശ്നം? അവർക്ക് എന്തില്ല? ഫിനാൻസ് ഇല്ല അല്ലെ. എന്തില്ല? ഫിനാൻസ് ഇല്ല. ഫിനാൻസ് ആരുടെ പേരിലായിരിക്കും കൂടുതൽ കൊടുക്കുക? ഫിനാൻസ് ബാങ്കുകളാണെങ്കിലും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതും മെയിലിന്റെ പേരിലായിരിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടി വുമൺസിന് ഫോക്കസ് ചെയ്യാൻ, പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് ഫിനാൻഷ്യൽ സെൽസ് ഉണ്ടാക്കാം. എന്തുണ്ടാക്കാം? ഫിനാൻഷ്യൽ സെല്ലുകൾ ഉണ്ടാക്കാം. അപ്പൊ ഫിനാൻഷ്യൽ സെല്ലുകൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യാം? വനിതകൾക്കിടയിലുള്ള ഈ സംരംഭകത്വ ബോധം വികസിച്ചു വരും, അവർക്കൊരു സപ്പോർട്ടാകും. അവർ വളർന്നു വരുന്ന ഒരു സംവിധാനത്തിലേക്ക്, നല്ലൊരു സംരംഭക ബോധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുമല്ലേ. അതാണ് ഒന്നാമത്തത്, ഫിനാൻഷ്യൽ സെൽസുകൾ ഉണ്ടാക്കുക അല്ലെ, ഫിനാൻഷ്യൽ സെല്ലുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തത് റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി പരിഹരിക്കുന്നതിനായിട്ട്, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ പരിഹരിക്കുന്നതിനായിട്ട് അവർക്ക് റോ മെറ്റീരിയൽ സംവിധാനം, സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് സബ്സിഡി നിരക്കിലോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ചെയ്യണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വനിതാ സംരംഭകരെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്? സപ്ലൈ റോ മെറ്റീരിയൽ അല്ലെ. സപ്ലൈ റോ മെറ്റീരിയൽ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? ഫിനാൻഷ്യൽ സെല്ലുകൾ ഉണ്ടാക്കുക. രണ്ടാമത്തത് റോ മെറ്റീരിയൽ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക അല്ലെ. മൂന്നാമത്തത് അവർക്ക് മാർക്കറ്റിംഗ് തന്ത്രങ്ങളില്ല എന്ന് പറഞ്ഞു, അതിന് മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കണം അവർക്ക് അല്ലെ. വിപണനമായ പിന്തുണ കൊടുക്കണം അവർക്ക് അല്ലെ. വിപണനമായ പിന്തുണ കൊടുക്കണം, അതാണ് മാർക്കറ്റിംഗ് സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അടുത്തത് വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം നികത്തുന്നതിന് വേണ്ടി എന്ത് കൊടുക്കുക? എസ്പെഷ്യലി ബിസിനസ് സെക്ടറിൽ അല്ലെ, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെ. അപ്പോൾ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? നമുക്ക് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. യെസ്, ഒന്നാമത്തെ സാധനം എന്താണ്? ഒന്നാമത്തെ സാധനം ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. രണ്ടാമത്തത് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. മൂന്നാമത്തത് മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുക. നാലാമത്തത് അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ. എസ്പെഷ്യലി എന്താണ്? ബിസിനസ് സെക്ടറുമായി ബന്ധപ്പെട്ട അല്ലെ. അടുത്ത സാധനമാണ് എന്തെന്ന് പറയുന്നത്? അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. എന്ത് കൊടുക്കുക? ട്രെയിനിങ്, പരിശീലനം കൊടുക്കുക അല്ലെ. അവരുടെ ബിസിനസ് ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് ചെയ്യേണ്ടത് അല്ലെ, ബിസിനസിന്റെ ആവശ്യകത ഇങ്ങനെയൊക്കെയാണ്, ചെയ്താലുള്ള ഗുണങ്ങൾ, ഇവരുടെ ഓപ്പർച്യൂണിറ്റീസ്, ഭാവിയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഒരു വിവരണം കൊടുക്കാം. അങ്ങനെ അത് ട്രെയിനിങ് സെക്ടറിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, ട്രെയിനിങ് കൊടുക്കുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു പ്രശ്നമായിരുന്നു ഫാമിലി, കുടുംബപരമായ പ്രശ്നം അല്ലെ.
കുടുംബത്തിലെ കുട്ടികളെ നോക്കണം, ആ ഉത്തരവാദിത്വത്തിലേക്ക് അമ്മമാർ ഇഴുകി വീഴാറുണ്ട് അല്ലെ. അതൊഴിവാക്കുന്നതിന് വേണ്ടി കുടുംബത്തില് ഫാമിലി അറ്റ്മോസ്ഫിയറിൽ മാറ്റം ഉണ്ടാകണം. ഫാമിലി അറ്റ്മോസ്ഫിയറിൽ മാറ്റം ഉണ്ടാകണം. ഫാമിലി അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഫാമിലി അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എൽഡേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകള്, ആ സ്ത്രീകള് എന്ത് ചെയ്യണം, റോൾസ് ഇതിനെക്കുറിച്ച് സൊസൈറ്റിയില് വുമൺസിന്റെ റോൾസ് എന്തൊക്കെയാണ്, സമൂഹത്തിലെ വനിതകളുടെ സ്ഥാനം എന്താണ്, എന്തൊക്കെ സ്ഥാനമുണ്ട്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നതിനെ കുറിച്ച് കുടുംബത്തില് എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആർക്ക് പറഞ്ഞു കൊടുക്കണം, വരുന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. കണ്ടോ, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളില് ഒരു സംരംഭകത്വ ബോധം ഉണ്ടാവും. ഓൺട്രപ്രണർഷിപ്പ് അവളിൽ അറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യും. അതാണ് മറ്റൊരു കാര്യം കേട്ടോ. ഫാമിലിയിൽ നമുക്ക് അങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെന്റ് സപ്പോർട്ട്, ഗവൺമെന്റ് മെഷേഴ്സ് അല്ലെ. എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെന്റ് ഷുഡ് ഇനിഷ്യേറ്റ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുന്നതിൽ വേണ്ട മുൻഗണനകൾ നൽകുന്നുണ്ട്. അതിനി നൽകി വരുന്നുണ്ട്. അത് നൽകി വരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ വനിതാ സംരംഭകർക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഗവൺമെന്റ് മെഷേഴ്സ് അവരുടെ ഭാഗത്ത് ഗവൺമെന്റ് മെഷേഴ്സ് കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിരിക്കണം. ഹോംലി മെയ്ഡ് ചെയ്യാൻ പറ്റുന്ന പല പ്രോഡക്ട്സും ഉണ്ട്. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ അനവധി സാധ്യതകളുണ്ട്. ഫുഡ് ഐറ്റംസ് സ്ത്രീകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിപണിയിലുള്ളത്. സത്യം പറഞ്ഞാൽ സംരംഭകർ കുറവാണെങ്കിലും കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ തൊഴിലാളികളാണ് നമുക്ക് എല്ലായിടത്തും കാണാനുള്ളത് അല്ലേ. അപ്പൊ നോക്കിയേ, ഇപ്പൊ പാക്കറ്റ് ഫുഡ്സ് ആണെങ്കിലും പാക്കറ്റ് ഫുഡ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ആരാണ്, സ്ത്രീകളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പാക്കറ്റ് ഫുഡ്സ് ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ് ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും അവർ സംരംഭകരല്ല, അവർ തൊഴിലാളികളായിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ കരങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഹോം മെയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഹോം മെയ്ഡ് ചെയ്യാം. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ അതുണ്ടാക്കി നമുക്ക് ഗുണം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഹോം മെയ്ഡ് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു എന്താണ്, ഓൺട്രപ്രണർഷിപ്പിന്റെ വലിയൊരു ഹ്യൂജ് ക്യാപിറ്റൽ വേണ്ട അവിടെ, വലിയൊരു മൂലധനം ആവശ്യമില്ല അവിടെ, വലിയൊരു തൊഴിൽക്കൂട്ടം വേണ്ട അവിടെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ലാതെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വളരെ ചെറിയ ക്യാപിറ്റല്, 1-2 ആൾക്കാർക്ക് വലിയ മിഷണറീസ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ പറഞ്ഞാൽ മനസ്സിലായി? യെസ്, അതാണ് എന്തെന്ന് പറയുന്നത്, ഹോം മെയ്ഡ് സാധനങ്ങൾ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബെറ്റർ ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ബെറ്റർ ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. സമയത്തെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ ഒബ്ജക്റ്റീവ്സിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും, അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോഴ് അവർക്ക് ഓൺട്രപ്രണേഴ്സിന്റെ ആ ഒരു എന്താ പറയുക മധുരം നുകരുവാനായിട്ട് സാധിക്കും, വിജയം ഉണ്ടാകും അവർക്ക്. അല്ലാതെ അരമണിക്കൂർ മാത്രം ഈ ബിസിനസ്സിൽ നിന്ന് പറഞ്ഞു മാറ്റി നിർത്താനല്ല, വീട്ടിലെ കാര്യങ്ങളും ഫാമിലി റെസ്പോൺസിബിലിറ്റീസിന് ഒരു ടൈം വെച്ചുകൊണ്ട് ചെയ്യുക. ആ ടൈമിൽ അത് ചെയ്ത് തീർത്തേച്ച് നമ്മുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരിക ഉണ്ടോ, അവിടെയാണ്. അപ്പൊ ബെറ്റർ ടൈം മാനേജ്മെന്റ് ചെയ്താൽ കാര്യം മറ്റേവർ പെട്ടുപോകുന്ന എന്താ പ്രശ്നം വരുന്നത് എവിടെയാ, അവര് ശരിക്കും പറഞ്ഞാല് ഈ റെസ്പോൺസിബിലിറ്റീസ് മൊത്തം എന്ത് ചെയ്യുന്നത് കൊണ്ടാണ്, ഈ റെസ്പോൺസിബിലിറ്റീസ് മൊത്തം തലയിലെടുത്ത് വെക്കുന്നുണ്ട്. അതിന് സമയം കിട്ടുന്നില്ല, ഇതിന് സമയം കിട്ടുന്നില്ല, തുണിയിലൊക്കെ സമയം കിട്ടുന്നില്ല അല്ലെ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും പോകുന്നു. ഇതിനെല്ലാം ഒരു ബെറ്റർ ടൈം മാനേജ്മെന്റ് ചെയ്തേച്ച് എന്തിലേക്ക് ഇറങ്ങുക, ബിസിനസ് സംവിധാനങ്ങളിലേക്ക് ഇറങ്ങുക അല്ലെ. ഇതൊക്കെയാണ് എന്തിനുള്ള റെമഡീസ് എന്ന് പറയുന്നത്. റെമഡീസ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണേഴ്സ്. ക്ലിയർ? ഒന്നാമത്തെ റെമഡി ഫിനാൻഷ്യൽ സെൽസ് ഉണ്ടായിരിക്കണം. 2 സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. 3 മാർക്കറ്റിംഗ് സപ്പോർട്ട്സ് ഉണ്ടായിരിക്കണം. 4 അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ സാധിക്കണം. 5 ട്രെയിനിങ് കൊടുക്കണം അല്ലെ, പരിശീലനം ആവശ്യമാണ്. 6 എന്ത് കൊടുക്കണം, ഫാമിലിയിൽ നിന്ന് ആവശ്യമായ എന്തുണ്ടായിരിക്കണം, സപ്പോർട്ട്സ് ഉണ്ടായിരിക്കണം. ഫാമിലി അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യണം. അടുത്തത് എന്ന് പറയുന്നത് ഗവൺമെന്റ് മെഷേഴ്സിൽ മാറ്റം ഉണ്ടാകണം. സെൻട്രൽ ഗവൺമെന്റ് പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെ സെൻട്രൽ ഗവൺമെന്റ് പോലുള്ള ഗവൺമെന്റുകൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. അടുത്തതാണ് ഹോം മെയ്ഡ് ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഹോം മെയ്ഡ് ചെയ്യുക. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ബെറ്റർ ടൈം മാനേജ്മെന്റ് നടത്തണം. ബെറ്റർ ടൈമിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് സാധിക്കണം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് റെമഡി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട
പ്രശ്നങ്ങൾക്ക്, പ്രോബ്ലംസിന് പരിഹാരം നമുക്ക് കാണാവുന്ന ഹെഡ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോബ്ലംസ്, അതുപോലെ തന്നെ പ്രോബ്ലംസിൽ നിന്ന് റെമഡി ഉണ്ടായി, അപ്പോൾ സക്സസ് ആവും. വുമൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് സക്സസ് ആയി എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്ത സാധനം എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഇൻ രണ്ട് സെക്ടറുകളിൽ ഓൺട്രപ്രണർഷിപ്പിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. നമ്മൾ ഇന്നലെ ശരിക്കും പറഞ്ഞ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ്സ് ആണ്. അഗ്രികൾച്ചർ സെക്ടറിൽ നോക്കിയേ, അഗ്രികൾച്ചർ സെക്ടർ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ് അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ ഓൺട്രപ്രണർഷിപ്പ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതിനെ കുറിച്ചാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ എന്തുപയോഗിക്കാം, ഓൺട്രപ്രണർഷിപ്പ് എങ്ങനെ ഉപയോഗിക്കാം. ഓൺട്രപ്രണർഷിപ്പ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ കണ്ടോ, അതായത് ഓൾ ആക്ടിവിറ്റീസ് അല്ലെ, ഓൾ ഇൻപുട്സ് പ്രൊഡ്യൂസിങ് അല്ലെ, എന്തുമായി റിലേറ്റ് ചെയ്യുന്ന, അഗ്രികൾച്ചറുമായി റിലേറ്റ് ചെയ്യുന്ന അല്ലെ, അവിടെ എന്തുപയോഗിക്കുക, അവിടെ ഈ പറഞ്ഞ പോലെ എന്തുപയോഗിക്കുക, ഈ അഗ്രികൾച്ചർ പിന്നെ ഓൺട്രപ്രണർ ടാലൻസ് ഉപയോഗിക്കുക. കണ്ടോ, അപ്പൊ സംരംഭകത്വത്തിന്റെ ക്വാളിറ്റിയും ടാലൻസും എവിടെ ഉപയോഗിക്കുക, അഗ്രികൾച്ചറിന്റെ എന്തിലൊക്കെ ഇന്നലെ പറഞ്ഞു നിർത്തിയ നമ്മൾ ഏതൊക്കെയാണ്, ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ക്രോപ്പ്, വിളകള്, അതുപോലെ തന്നെ വളപ്രയോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തുപയോഗിക്കുക, ഒരു ഓൺട്രപ്രണർഷിപ്പ് ഉപയോഗിക്കുക, സംരംഭകത്വം ഉപയോഗിക്കുക. അപ്പൊ അതിനെ അഗ്രികൾച്ചറിനെ എങ്ങനെയാക്കി മാറ്റുമ്പോൾ അവിടെ എന്തുണ്ടാകും, കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകും അല്ലേ. അതിന്റെ പുറകിൽ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷ്യക്ഷാമം ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ, ഫുഡ് ക്രൈസിസ് നമ്മുടെ രാജ്യം നേരിടത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ മാർക്കറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടാകും അല്ലെ. നമുക്കറിയാം ഇന്ത്യയിൽ ഒട്ടനവധി മാർക്കറ്റിംഗ്, അപ്നി മാണ്ടി തുടങ്ങിയിട്ടുള്ള അനവധി മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്. എന്തിനു വേണ്ടി, ഈ പറയുന്ന പിന്നെ അഗ്രികൾച്ചർ സെക്ടറിനെ ഇത് ചെയ്യുന്നതിന് വേണ്ടി. അഗ്രികൾച്ചർ സെക്ടറിൽ നവമായി വന്നിരിക്കുന്ന അനവധി സ്ഥാപനങ്ങളുണ്ട് നിലവിൽ പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഓൺട്രപ്രണർഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുക, സംരംഭകത്വത്തിന്റെ വിനിയോഗം കൊണ്ടുവരിക എന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഇൻപുട്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ കൃഷിക്ക് നേരത്തെ പറഞ്ഞ പോലെ കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം, വിത്ത് തുടങ്ങിയ സാധനങ്ങൾ, അതുപോലുള്ള സംഭവങ്ങൾ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, ഇതിനെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം. അത് ഓൺട്രപ്രണർഷിപ്പ് ആ മേഖലയിൽ ഒരു സംരംഭകത്വം ഉണർന്നു വരിക. കണ്ടോ, ആ മേഖലയിൽ ഏത്, അഗ്രികൾച്ചർ സെക്ടർ. അപ്പൊ പറഞ്ഞ മനസ്സിലായി, അതിൻ്റെ അകത്ത് എന്തുണ്ടാകും, ഫുഡ് ക്രൈസിസ് നേരിടാനായിട്ട് നമുക്ക് സാധിക്കും. കാര്യം കൂടുതൽ ഉൽപാദനം ഉണ്ടാകും, ഒന്ന് അല്ലെ. അതുപോലെ തന്നെ എന്തുണ്ടാകും, എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകും, തൊഴിൽ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, നമ്മുടെ നാഷണൽ ഇൻകത്തിന് എന്തുണ്ടാകും, വളർച്ചയുണ്ടാകും. ഇങ്ങനെ അനവധി ഗുണങ്ങള് ഈ അഗ്രികൾച്ചർ സെക്ടറിൽ ഓൺട്രപ്രണർഷിപ്പ് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, അടുത്ത സെക്ടറാണ് സർവീസ് സെക്ടർ. നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രൈമറി സെക്ടറാണ്, പ്രാഥമിക മേഖലയാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ സെക്കൻഡറി, അതുപോലെ തന്നെ പിന്നെ സർവീസ് സെക്ടർ. ഇനി സർവീസ് സെക്ടറിൽ ഓൺട്രപ്രണർഷിപ്പ് എങ്ങനെയുള്ളതെന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്ത് പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് തമാശയായിട്ടല്ല. 85% ജനങ്ങൾ അന്ന് വസിച്ചുകൊണ്ടിരുന്ന എവിടെയാണ്, ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പൊ ഹൃദയം ഇരിക്കുന്നത് അവിടെയാണെന്ന് പറയുന്നൊരു സംശയമില്ലല്ലേ, തെറ്റൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ. അപ്പോ അതിൽ 75% ആൾക്കാരുടെയും ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അലീഡ് ആക്ടിവിറ്റീസ് ആണ്. കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങളോ അവർ ചെയ്തിരുന്നത്. കണ്ടോ, ഇത്ര ആൾക്കാരുടെ തൊഴിലാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ബാക്കിൽ പോയി. അപ്പൊ അഗ്രികൾച്ചർ ഓൺട്രപ്രണർഷിപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറെ കൂടെയൊക്കെ ഫോർവേഡ് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് അഗ്രികൾച്ചറിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ഇക്കണോമിക്സിന്റെ ഒരു ടേംസ് നമ്മൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇക്കണോമിക്സിന്റെ ഒരു ടേംസിൽ പറയുമ്പോൾ ഏതൊരു സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിലും, ഒരു സമ്പദ് വ്യവസ്ഥ വളരുന്നു എന്ന് പറയുന്നു, അവിടെ അഗ്രികൾച്ചർ സെക്ടർ വളരുന്നതോടൊപ്പം തന്നെ, കാർഷിക മേഖല വളരുന്നതോടൊപ്പം തന്നെ അവിടെ സർവീസ് സെക്ടർ പ്ലസ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ത് ചെയ്തിരിക്കണം,
വളർന്നിരിക്കണം. കണ്ടോ, ഒരു എക്കണോമിക് ടേംസ് ആണ്. അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് വി ക്യാൻ സേ എന്താണ്, സമ്പത്ത് വ്യവസ്ഥ വളർച്ചയുടെ വക്കിലാണെന്ന് പറയാൻ സാധിക്കും. 1991 വരെ ഇന്ത്യ ലോകത്ത് വളരെ പെട്ടെന്ന് വളർന്ന സമ്പത്ത് വ്യവസ്ഥകളിൽ 2ാം സ്ഥാനം ആർക്കായിരുന്നു? ഇന്ത്യക്കാണ്, അല്ലേ? പെട്ടെന്ന് വളരുന്ന സമ്പത്ത് വ്യവസ്ഥ. കാര്യം 47 സ്വാതന്ത്ര്യം കിട്ടി 91 വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള വളർച്ചാ നിരക്ക് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ എടുത്തു. നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ് അതൊക്കെ, നമ്മൾ അത്രയൊന്നും പോവേണ്ട ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നോക്കിയേ, 85% ആൾക്കാർ വസിച്ചു, 75% ആൾക്കാരുടെ തൊഴിലതായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് എന്തിനെ കൊണ്ടുവന്നാല്, ഓണ്ടർപ്രണർഷിപ്പിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് എന്ത് ചെയ്യാൻ, കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറിനെ വിഭവയുക്തമാക്കുവാനായിട്ട് സാധിക്കും. അടുത്ത സെക്ടറുകളാണ് നേരത്തെ പറഞ്ഞത്, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ എങ്ങനെയാണ് പിന്നെ ഓണ്ടർപ്രണർഷിപ്പ് ഇൻ സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ ഓണ്ടർപ്രണർഷിപ്പ് നോക്കിയേ, സേവനമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് സംവിധാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സർവീസാണ്. എവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ തൊട്ട് എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്ന TV വരെയുള്ള സാധനങ്ങൾ അതിൻ്റെ മുന്നിൽ നമുക്ക് എന്ത് തന്നുകൊണ്ടിരിക്കുകയാണ്? ആ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് സർവീസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ പല പല സർവീസുകളാണ് നമുക്ക് തരുന്നത്, അല്ലേ? നമ്മൾ ചിലപ്പോൾ കാണുന്ന BSNL ആയിരിക്കും, MTNL ആയിരിക്കും, അല്ലെങ്കിൽ വോഡഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ എക്സോർവൈ, ഏത് കമ്പനി ആയിക്കോട്ടെ, ഇവരെല്ലാം സർവീസാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം ഒരു 12 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മണിക്കൂറോ ഒക്കെ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തിന്റെ ഉള്ളിൽ, ഇനി ഉറങ്ങുന്ന സമയം ആയിക്കോട്ടെ, ഈ സമയത്തിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസം എടുത്താൽ നമുക്ക് ചുരുങ്ങിയതൊരു 10ന് മേലുള്ള മേഖലകളിൽ നമുക്ക് സേവനം തരുന്നുണ്ടാവും. സംവിധാനങ്ങൾ, അതായത് പിന്നെ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫോണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ഫോൺ കമ്പനി ഉണ്ട് അവിടെ, അല്ലേ? അതുപോലെ തന്നെ ആ ഫോൺ കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ആരുണ്ടാവും? അതിൻ്റെ പുറകിൽ അതിന് കണക്ഷൻ തരുന്നൊരു കമ്പനി ഉണ്ടാവും, 2, അല്ലേ? അതിന് കണക്ഷൻ തരുന്നത് ചിലപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുത്തായിരിക്കും നടത്തുന്നത്, 3, അല്ലെ? അവരായിരിക്കും ചിലപ്പോൾ സർവീസ് തരുന്നത്. 4, നമ്മൾ കൊള്ളുന്ന ഫാൻ, നമ്മൾ ചിലപ്പോൾ ഫാനിൻ്റെ അടിയിൽ നിന്നായിരിക്കും എല്ലാം ഇത് ചെയ്യുന്നത്. ഇതും ഒരു കമ്പനിയുടെ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കംപ്ലൈൻറ്റ് വന്നാൽ അവർ കൊണ്ട് സർവീസ് തരും, അല്ലെ? ഇങ്ങനെ അനവധിയായ നമ്മുടെ എല്ലാ കണ്ണുകളിലൂടെ കടന്നു പോകുന്ന സാധനം എന്ന് പറയുന്നത് സർവീസ് സെക്ടറിലൂടെയാണ്. ഇപ്പൊ സർവീസ് സെക്ടറിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇക്കണോമിയിൽ, വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇക്കണോമിയിൽ ഏതാണ്ട് 45%ഓളം അത് വളർന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സർവീസ് സെക്ടർ വളർന്നത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളർന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ സർവീസ് സെക്ടറിലെ ഓണ്ടർപ്രണർഷിപ്പാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിലാണെങ്കിലും വലിയൊരു ആയുധം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പിന്നെ സർവീസ് സെക്ടറിൽ ഓണ്ടർപ്രണർഷിപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. സർവീസ് സെക്ടറിൽ ഓണ്ടർപ്രണർഷിപ്പ് ആപ്ലിക്കേഷൻ ഓഫ് എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസ് സെക്ടറിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് QTEC, ആപ്ലിക്കേഷൻ ഓഫ് QTEC, ആപ്ലിക്കേഷൻ ഓഫ് QTEC, അത്രേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് QTEC, അതായത് ആപ്ലിക്കേഷൻ ഓഫ് QTEC എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് എവിടെ ആപ്ലിക്കേഷൻ ചെയ്യുക, എങ്ങോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുക? സർവീസ് സെക്ടറിലേക്ക്. QTEC എന്താണ്? ക്വാളിറ്റീസ്, അല്ലേ? അതുപോലെ തന്നെ പിന്നെ ക്വാളിറ്റികൾ അങ്ങോട്ട് ഇത് ചെയ്യുക, ടാലൻസ് ചെയ്യുക, നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് ചെയ്യുക, കപ്പാസിറ്റീസ് അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങോട്ട് ആഡ് ചെയ്യുക? QTEC അങ്ങോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുക. എങ്ങോട്ടാണ്? സർവീസ് സെക്ടറിലേക്ക്. അല്ല, ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് QTEC ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത് യെസ്, അത് തന്നെ. എന്താണ്? സർവീസ് സെക്ടറിലെ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ സർവീസ് സെക്ടറിലെ ഓണ്ടർപ്രണർഷിപ്പ്, സർവീസ് സെക്ടറിലെ ഓണ്ടർപ്രണർഷിപ്പ് കണ്ടു. അതുപോലെ അഗ്രികൾച്ചർ സെക്ടർ, അതുപോലെ തന്നെ നമ്മൾ കണ്ടു അഗ്രികൾച്ചർ സെക്ടറിൽ എന്ത് കണ്ടു? അഗ്രികൾച്ചർ സെക്ടറിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്ന് കണ്ടു, അല്ലെ? അടുത്തൊരു മേഖല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
നെറ്റ്വർക്കിംഗ്. the process of mutually beneficial relationship with other business and potential clients and customers. അല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് പ്രക്രിയയാണ്. എന്തിനുള്ള പ്രക്രിയ? പ്രോസസ് ഓഫ് മ്യൂച്വലി ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെ? ആർക്ക്? പരസ്പര ബന്ധം, പരസ്പര ധാരണ. അല്ലെ? ഇതുണ്ടായാൽ മ്യൂച്വലി റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആരും തമ്മിലാണ് മ്യൂച്വലി റിലേഷൻഷിപ്പ്? ഒന്നേ ക്ലയൻസുമായിട്ടോ, അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ടോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബിസിനസ്സുമായിട്ടോ. കണ്ടോ? സാധ്യതയുള്ള വ്യാപാരവുമായോ എന്തുണ്ടാകുക? ഒരു മ്യൂച്വലി ഒരു കോർഡിയൽ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക, ഹൃദയംഗമമായ ബന്ധമുണ്ടാക്കി എടുക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? അതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് നെറ്റ്വർക്കിംഗ്? the process of mutually beneficial relationship. The process of mutually beneficial relationship with other business and clients and customers. അല്ലെ? ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ്. ദിസ് ഈസ് കോൾഡ് എന്താണ്? നെറ്റ്വർക്കിംഗ്. ഇതാണ് നമുക്ക് എന്തെന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്? നെറ്റ്വർക്കിംഗ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അല്ലെ? യെസ്. ബെനിഫിറ്റ് ഓഫ് നെറ്റ്വർക്കിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നെറ്റ്വർക്കിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. നെറ്റ്വർക്കിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ഗോകാർപി എന്ന് എഴുതി നോക്കാം. ഇതിന്റെ ബെനിഫിറ്റ് ഇതൊക്കെയാണ്. നെറ്റ്വർക്കിംഗ് കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ചില നേട്ടങ്ങള്, ചില ഗുണങ്ങള് അതിനെ കുറിച്ചാണ്. ഈ നെറ്റ്വർക്കിംഗ് കൊണ്ട് നമുക്ക് ജനറേഷൻ ഓഫ് റെഫറൽസ്, ഒന്നാമത്തെ സാധനം എന്തുണ്ടാകും? റെഫറൽസ് ധാരാളം കിട്ടും. അല്ലെ? നെറ്റ്വർക്കിംഗ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ധാരാളം റെഫറലുകൾ കിട്ടും. കണ്ടോ? ഞാനും മറ്റൊരു ബിസിനസ് സ്ഥാപനവുമായി ഒരു കരാറിൽ ഏർപ്പെടുക, നെറ്റ്വർക്കിംഗ് പരസ്പര ധാരണയോടുകൂടി റിലേഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ ധാരാളം റെഫറലുകൾ, എൻ്റെ ബിസിനസ് റീച്ച് ചെയ്യാൻ ആവശ്യമായ ധാരാളം പിൻ പോയിന്റ്സ് എനിക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ അല്ലെ? ധാരാളം റെഫറൽസ് എനിക്ക് കിട്ടും. ചിലപ്പോൾ അത് ഏത് രീതിയിലും ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അതിനാണ് എന്തെന്ന് പറയുന്നത്? ജനറേഷൻ ഓഫ് റെഫറൽസ് കിട്ടുക എന്ന് പറയുന്നത്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അല്ലെ? അവസരങ്ങൾ നമുക്ക് കിട്ടും. പല രീതിയിലുള്ള അവസരങ്ങൾ നമുക്ക് ഇതുമായി കണക്ട് ചെയ്യുന്ന തന്നെ ഒരു വേർഡാണ് എന്തെന്ന് പറയുന്നത്? അവസരങ്ങൾ എന്ന് പറയുന്നത്. അടുത്തൊരു കണക്ഷൻ ഉണ്ടാകും. കണക്ഷൻ മറ്റ് ബിസിനസ്സുകളുമായി, അല്ലെങ്കിൽ കൺസ്യൂമറുമായി, അല്ലെങ്കിൽ കസ്റ്റമറുമായി, ക്ലയൻസുമായി നമുക്ക് എന്തുണ്ടാകും? ഒരു കണക്ഷൻ ഉണ്ടാകും. അല്ലെ? അപ്പൊ ഒന്നാമത്തെ കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ജനറേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ജനറേഷൻ ഓഫ് റെഫറൽസ് എന്ന് പറയും. ഒന്നാമത്തെ സാധനമാണ് ജനറേഷൻ ഓഫ് റെഫറൽസ്. രണ്ടാമത്തെ കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് എന്തെന്ന് പറയുന്നത്? കണക്ഷൻ എന്ന് പറയുന്നത്. അല്ലെ? നാലാമത്തെ സാധനമാണ് അഡ്വൈസ് ഫ്രം അതർ ബിസിനസ് ക്ലയൻസ് ലൈക്ക്. അങ്ങനെയുള്ള ആരുമായും എന്ത് കിട്ടും? നമുക്ക് ഉപദേശം കിട്ടും. കണ്ടോ? അങ്ങനെ നെറ്റ്വർക്കിംഗ് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ്, മ്യൂച്വലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ കസ്റ്റമറോ ക്ലയൻസോ അതർ ബിസിനസ്സോ ആകാം, അല്ലെ? പൊട്ടൻഷ്യൽ ബിസിനസ്സോ ആകാം. അവരുമായി അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു അഡ്വൈസ് അവരിൽ നിന്ന് ലഭിക്കും. കണ്ടോ? അഡ്വൈസ് കിട്ടും. അവരിൽ നിന്ന് എന്ത് കിട്ടും? അഡ്വൈസ് കിട്ടും. അതുപോലെ തന്നെ റൈസിങ് എ പ്രൊഫൈല്. ഒരു പ്രൊഫൈല് നമ്മുടെ ബിസിനസ്സിന് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, ഒരു കീർത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ? കാര്യം എങ്ങനെ കീർത്തി ഉണ്ടാക്കാം? മറ്റുള്ളവരുടെ അഡ്വൈസ് നമുക്ക് കിട്ടും, മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആ രീതിയിൽ ബിസിനസ് ചെയ്യാം. നമ്മുടെ ബിസിനസ്സുകൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഫ്ലറിഷ്മെന്റ് ഉണ്ടാകും. അല്ലെ? ഗുഡ് വിൽ ഉണ്ടാകും നമ്മുടെ ബിസിനസ്സിന്, സൽപ്പേരുണ്ടാകും. സത്യം പറഞ്ഞാൽ റൈസിങ് ഓഫ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അല്ലെ? എന്താണ് റൈസിങ് ഓഫ് പ്രൊഫൈൽ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകും. കാര്യം എന്ന് പറഞ്ഞത് രചനാത്മകമായ ഒരു സ്വാധീനം നമ്മളിൽ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ?
മറ്റൊരാൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങൾ എന്നൊരു ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വഴി തെറ്റത്തില്ല, അല്ലേ? അതുപോലെ തന്നെ ബിസിനസ്സിൽ കൃത്യമായി നടന്ന് വിജയിപ്പിച്ച് സക്സസ് ചെയ്ത ഒരു ഓൺട്രപ്രണറോ ഒരു വിജയിയോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെന്നൊരു ബോധം നമുക്കുള്ളപ്പോ എന്ത് ചെയ്യത്തില്ല, നമ്മള് പുറയിലോട്ട് പോകത്തില്ല, അല്ലെ? നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ ഒരു പോസിറ്റീവാണ് അത്, മുന്നേറാൻ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്. നേരത്തെ പറഞ്ഞു കോൺഫിഡൻസ് ഉണ്ടാകും നമ്മളിൽ, ആത്മവിശ്വാസം നമ്മളിൽ കൂടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടപ്പോ നമ്മളുടെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കും, അല്ലെ? ഇതാണ് എന്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നെറ്റ്വർക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്ക്? ഗോഗാർപി. വാട്ട്? ഗോഗാർപി. കൊക്കാർച്ചിയല്ല, ഗോഗാർപി. ഗോ എന്താണ്? ജി എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് റെഫറൻസ്, ഒ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി, സി എന്ന് പറയുന്നത് കണക്ഷൻ, എ എന്ന് പറയുന്നത് അഡ്വൈസ്, ആർ എന്ന് പറയുന്നത് റേസിംഗ് പ്രൊഫൈല്, പി എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് നെറ്റ്വർക്കിംഗ്? ഇപ്പൊ നെറ്റ്വർക്കിംഗ് കഴിഞ്ഞു. അടുത്ത സാധനമാണ് ഫ്രാഞ്ചൈസി. അടുത്തൊരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസി ഇവിടെ ഡേവിഡ് ഡി സെറ്റ്സ് എന്ന് പറയുന്നയാള്, ഡേവിഡ് ഡി സെറ്റ്സ് അക്കോർഡിംഗ് ടു ഡേവിഡ് ഡി സെറ്റ്സ്, അല്ലെ? ഇവിടെ വേറെ കമ്പനി ഗ്രാൻസ്, ഒരു കമ്പനിക്ക് എന്താണ് ഒരു റൈറ്റ്സ്, എന്താ പറയുന്ന ബയർ റൈറ്റ്സ് കൊടുക്കുകയാണ്. ഒരു ബയർ റൈറ്റ്സ് കൊടുക്കുകയാണ്, അല്ലെ? വേർ കമ്പനി ഗെറ്റ് ബയർ റൈറ്റ്സ്. ഒരു കമ്പനിക്ക് എന്ത് കിട്ടും? ബയർ റൈറ്റ്സ് കിട്ടും. കണ്ടോ? വിൽപ്പനാവകാശം കിട്ടും. എന്ത് കിട്ടും? വിൽപ്പനാവകാശം. ഈ പദത്തിന്റെ അർത്ഥം എന്താണ്? വിൽപ്പനാവകാശം, വിൽപ്പനാധികാരം. എന്ത് കിട്ടും? വിൽപ്പന അധികാരം, അല്ലെ? സേവന വിൽപ്പനാധികാരം. കണ്ടോ? സേവനം വിൽക്കുന്നതിനുള്ള അധികാരം ആർക്ക് കിട്ടും? ഫ്രാഞ്ചൈസിക്ക് കിട്ടും. കണ്ടോ? ഇപ്പൊ രണ്ടാൾക്കാരുണ്ട് ഇവിടെ, ഓർത്തോണം. ഒന്ന് ഒരു ഫ്രാഞ്ചൈസിയാണ്, മറ്റേത് ഫ്രാഞ്ചൈസറാണ്. ഓർത്തോണം. ഇപ്പൊ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഫ്രാഞ്ചൈസി. രണ്ടാമത്തെ ഭാഗമാണ് ഫ്രാഞ്ചൈസർ. ഒന്നാമത്തെ സ്ഥാനം ഫ്രാഞ്ചൈസി, രണ്ടാമത്തത് ഫ്രാഞ്ചൈസർ. ഓക്കെ, നോക്ക്. ഡേവിഡ് ഡി സെറ്റ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്, വേർ കമ്പനി ഗ്രാൻസ് ബയർ റൈറ്റ്സ്, അല്ലെ? വേർ കമ്പനി ഗ്രാൻസ്, ഇവിടെ കമ്പനിക്ക് എന്ത് കിട്ടുന്നു? ഗ്രാൻസ് ബയർ റൈറ്റ്സ്. വേർ കമ്പനി ഗ്രാൻസ് ബയർ റൈറ്റ്സ് കിട്ടുന്നു, അല്ലെ? ബയർ റൈറ്റ്സ് ടു എൻഗേജ്ഡ്. ബയർ റൈറ്റ്സ് എന്തിനാ ബയർ റൈറ്റ്സ് കിട്ടുന്നത്? ടു എൻഗേജ്ഡ്. എന്തിൽ എൻഗേജ് ചെയ്യുവാൻ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുവാൻ. DSP. എന്താ DSP? ഡിസ്ട്രിബ്യൂഷൻ, സർവീസ്, പ്രൊഡ്യൂസിങ്. കണ്ടോ? DSP. ഇതിനുള്ള എന്ത് കിട്ടുന്നു? ബയർ റൈറ്റ്സ് കിട്ടുന്നു. കണ്ടോ? സിമ്പിൾ ആണ്. എന്ത് കിട്ടുന്നു? ബയർ റൈറ്റ്സ് കിട്ടുന്നു. എന്തിനുള്ള ബയർ റൈറ്റ്സ്? DSP ക്കുള്ള ബയർ റൈറ്റ്സ് കിട്ടുന്നു. D എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ, S എന്ന് പറയുന്നത് സർവീസ്, P എന്ന് പറയുന്നത് പ്രൊഡ്യൂസിങ്. കണ്ടോ? ഈ മേഖലയിൽ ടു എൻഗേജ് ചെയ്യുന്നതിനുള്ള ബയർ റൈറ്റ്സ് ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്നു, ഫ്രാഞ്ചൈസിങ്ങിന് കിട്ടുന്നു. കണ്ടോ? ഇതാണ് ആര് പറയുന്നത്? ഡേവിഡ് ഡി സെറ്റ്സ് പറയുന്നു. ഡേവിഡ് ഡി സെറ്റ്സിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? വേർ ഗ്രാൻസ് ബയർ റൈറ്റ്സ് ടു എൻഗേജ്ഡ് DSP. D ഡിസ്ട്രിബ്യൂഷൻ, S സർവീസ്, P പ്രൊഡ്യൂസിങ്. കണ്ടോ? അത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് രണ്ട് പേരെ ഓർക്കണം എന്ന് പറഞ്ഞു. ഫ്രാഞ്ചൈസിയെ ഓർക്കണം, ഫ്രാഞ്ചൈസറിനെ ഓർക്കണം. കേട്ടോ? ഫ്രാഞ്ചൈസറും വിൽപ്പനാധികാരം ലഭിക്കുന്നയാളാണ് ഫ്രാഞ്ചൈസി. കണ്ടോ? ജെസ്സിക്ക് എന്ത് കിട്ടും? അധികാരം കിട്ടും. വിൽപ്പനാധികാരം കിട്ടുന്നത്, ഏൽപ്പിച്ചു കൊടുക്കുന്നത് ജെസ്സറാണ്. കണ്ടോ? ഓർത്തോണം, മറന്നുപോരുത്. യെസ്, ഓക്കെ. അപ്പൊ ഫ്രാഞ്ചൈസിയും ഫ്രാഞ്ചൈസറും. ഓക്കെ, അങ്ങനെയെങ്കിൽ എഗ്രിമെന്റ്, ഫ്രാഞ്ചൈസിങ് എഗ്രിമെന്റ് ഉണ്ട്.
കണ്ട, എ കോൺട്രാക്ട് ബൈയിങ് അല്ലെങ്കിൽ an agreement ബൈൻഡിങ് ബിറ്റ്വീൻ ഫ്രാഞ്ചൈസർ ആൻഡ് ഫ്രാഞ്ചൈസി. നേരത്തെ രണ്ടുപേരുടെ പേര് പറഞ്ഞു. ആരൊക്കെയാ? ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസി. അവര് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ബൈൻഡ് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ആണ്. ബൈൻഡിങ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ? ഫ്രാഞ്ചൈസിയും ഫ്രാഞ്ചൈസറും തമ്മിൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അതൊരു എഗ്രിമെന്റ് ആണ്, ഫ്രാഞ്ചൈസി എഗ്രിമെന്റ്. ഈ നോക്കിയേ, ഈ എഗ്രിമെന്റിൽ എന്തുണ്ടാവും? ചില നിയമങ്ങളുണ്ടാവും. കണ്ടോ, ചില നയങ്ങൾ ഉണ്ടാകും അല്ലേ, ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുണ്ടാവും അല്ലേ, അതിന്റെ ലിമിറ്റേഷൻ എത്രയാണെന്നുണ്ടാവും അല്ലേ, ഒരു ടൈം പീരീഡ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെ അനവധി കാര്യങ്ങൾ എന്തിലുണ്ടാവും? ഈ ഫ്രാഞ്ചൈസി എഗ്രിമെന്റ്സിൽ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആ പറഞ്ഞ കാര്യം എന്താണ്? ഫ്രാഞ്ചൈസിങ് പറഞ്ഞു, ഫ്രാഞ്ചൈസി പറഞ്ഞു, ഫ്രാഞ്ചൈസർ പറഞ്ഞു അല്ലെ, ഫ്രാഞ്ചൈസിങ് എഗ്രിമെന്റ് പറഞ്ഞു. അടുത്ത സാധനമാണ് എന്തെന്ന് പറയുന്നത്? അടുത്ത ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്, ഇതിന്റെ സ്വഭാവം. എന്തിന്റെ സ്വഭാവമാണ്? ഈ പറഞ്ഞ ഫ്രാഞ്ചൈസിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രാഞ്ചൈസിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രാഞ്ചൈസിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രാഞ്ചൈസിങ് അല്ലെ, ഫ്രാഞ്ചൈസിങ്ങിന്റെ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, MS no termination. MS no termination. And the characteristics, franchising in the characteristics, MS no termination. No termination. No training termination. No training termination. ESP. നോക്കിയേ, MS no training termination. No training termination എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. No training termination. No training termination. കണ്ടോ, MS no training termination ആണ് എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസിങ്ങിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്കറിയാം. MS വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു കോഡിൽ അത് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. കാര്യം നമ്മൾ പറഞ്ഞ ഫ്രാഞ്ചൈസിൽ തന്നെ നമ്മൾ പിക്ക് ചെയ്തെടുക്കും എന്തൊക്കെയാണ്. ഈ MS നോ ട്രെയിനിങ് ടെർമിനേഷൻ SP എന്താണ് നമ്മൾ അതിൽ നിന്ന് തന്നെ പിറക്കിയെടുക്കും. കണ്ടോ, ഒന്നാമത് നോക്കിയേ, നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രാഞ്ചൈസി പറഞ്ഞപ്പം പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ്. കണ്ടോ, ഒന്നാമതിന്റെ സവിശേഷത എന്ത് കിട്ടി? ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ്. അതാണ് എ എന്ന് പറയുന്നത്. കണ്ടോ, ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ്. ക്ലിയർ, കിട്ടി. അപ്പൊ ഇതൊരു എഗ്രിമെന്റ് ആണ്, അതാണ് ഇതിന്റെ സ്വഭാവ സവിശേഷത. അപ്പൊ ഒന്നാമത് ഇതെന്താണ്? ഇതൊരു എഗ്രിമെന്റ് ആണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈ എഗ്രിമെന്റിൽ രണ്ടുപേരുണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? ഫ്രാഞ്ചൈസറും ഉണ്ടാവും, ഫ്രാഞ്ചൈസിയും ഉണ്ടാവും അല്ലെ. അവര് തമ്മിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ചില നയങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നയം, പോളിസീസ് അല്ലെ. ഒരു ചില പോളിസീസ് എടുത്തിട്ടുണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയാവുന്നത്? പോളിസി എന്ന് പറയുന്നത്, P എന്ന് പറയുന്നത്. കണ്ടോ, കിട്ടി. അപ്പൊ ഒന്നാമത്തെ എന്താ? ഒന്നാമത്തത് എഗ്രിമെന്റ്, രണ്ടാമത്തത് പോളിസി, മൂന്നാമത്തത് മാർക്കറ്റിംഗ് സപ്പോർട്ട്. മൂന്നാമത്തെ സാധനമാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് സപ്പോർട്ട് ആൻഡ് ടെക്നോളജി. ഏതൊരു സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന അവരിൽ നിന്ന് എന്ത് കിട്ടും? ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടും അല്ലെ, ഒരു വിപണനത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ കിട്ടും, രണ്ട് ടെക്നോളജീസ് കിട്ടും. അവരുപയോഗിച്ചിരുന്ന ടെക്നോളജി ഏതാണോ ആ ടെക്നോളജി കിട്ടും, സത്യം പറഞ്ഞു അല്ലെ. അപ്പൊ ആ ടെക്നോളജി കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? MS എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് സപ്പോർട്ടിങ്സ് എന്ന് പറയുന്നത്. അടുത്ത നോ ട്രാൻസ്ഫർ ഓണർഷിപ്പ്. കണ്ട, എന്ത് ചെയ്യാൻ പറ്റൂല? ഉടമസ്ഥത കൈമാറ്റം ചെയ്യാൻ പറ്റൂല. അവിടെ രണ്ടുപേരുണ്ട് പറഞ്ഞു, ഫ്രാഞ്ചൈസറും ഉണ്ട് ഫ്രാഞ്ചൈസിയും ഉണ്ട്. ഇപ്പൊ ഫ്രാഞ്ചൈസർ തരികയാണ് ഫ്രാഞ്ചൈസിക്ക്. എന്തുവാ തരുന്നത്? ബൈയിങ് റൈറ്റ്സ് ആണ് തരുന്നത്. കണ്ടോ, ബയ്യർ റൈറ്റ്സ് ആണ് തരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ
സർവീസ് ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അല്ലെ ഇത് മൂന്നും ആയിരിക്കും, അല്ലെ ഇത് രണ്ടും ആയിരിക്കും. ഏതെങ്കിലും ആ സ്പെസിഫിക് ഏരിയയിൽ മാത്രമേ ആർക്ക് അധികാരമുള്ളൂ, ആ റൈറ്റ്സ് ഉള്ളൂ. ആർക്ക്? ഫ്രാഞ്ചൈസിക്ക്, അല്ലേ? അതുകൊണ്ട് നോ ട്രാൻസ്ഫർ റൈറ്റ്സ് ആണ്. എന്ത് ചെയ്യാൻ പറ്റൂല? കൈമാറ്റം ചെയ്യാൻ പറ്റൂല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല, അല്ലെ? അതുപോലെ തന്നെ ട്രെയിനിങ് കിട്ടും, പരിശീലനം കിട്ടും. അവരുടെ ഏത് ആ പറഞ്ഞ കമ്പനിയുടെ ഫ്രാഞ്ചൈസ് ഏതാണോ, ഫ്രാഞ്ചൈസർ ആരാണോ അവരുടെ വലിയൊരു ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ എപ്പോൾ വേണമെങ്കിലും ബിഫോർ കോൺട്രാക്ടിന് മുമ്പ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എന്തെങ്കിലും മാൽ പ്രാക്ടീസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനെ ടെർമിനേഷൻ ചെയ്യാനായിട്ടുള്ള അധികാരം ഫ്രാഞ്ചൈസർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? എന്താണ് ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട്, എന്തിന്റെ അകത്ത് നിന്നുകൊണ്ട്? ഈ ഫ്രാഞ്ചൈസിങ് എഗ്രിമെന്റിന്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ടെർമിനേഷൻ ഉണ്ടാകുമെന്ന് ആ കോൺട്രാക്റ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടാകും. അടുത്ത സാധനമാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫൈഡ് പീരീഡ്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കാലയളവ് ഉണ്ടായിരിക്കും ഈ എഗ്രിമെന്റിന്. എല്ലാ എഗ്രിമെന്റിനും ഉണ്ടാവും, അല്ലെ? ഓരോ നേച്ചർ ഓഫ് എഗ്രിമെന്റ്സിന്റെ സ്വഭാവം അനുസരിച്ച് അതിനെന്തുണ്ടാവും? അതിന്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ സ്പെസിഫൈഡ് പീരീഡ് ഉണ്ടാകും, അല്ലേ? ഇത്രയും ആണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ്. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് എഗ്രിമെന്റിൽ എന്തുണ്ടാവും? പോളിസി ഉണ്ടാവും, ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് ഫ്രാഞ്ചൈസറുടെ ഉണ്ടാവും. അടുത്ത എന്താണ്? നോ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥത കൈമാറ്റം ചെയ്യാൻ പറ്റൂല. അടുത്ത എന്താണ്? ട്രെയിനിങ് ആണ്, പരിശീലനമാണ്. അടുത്ത എന്താണ്? ടെർമിനേഷൻ ആണ്. അടുത്ത എന്താണ്? സ്പെസിഫൈഡ് പീരീഡ് ഉണ്ടാകും, അല്ലെ? എന്തിനാണ്? ഈ ഫ്രാഞ്ചൈസിങ്ങിന്, അല്ലെ? ഈ ഫ്രാഞ്ചൈസിങ്ങിന് ഒരു സ്പെസിഫൈഡ് പീരീഡ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ നമ്മുടെ ഫ്രാഞ്ചൈസിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത കാര്യം, ഇതിന് ഫ്രാഞ്ചൈസിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജസ് of franchising. Advantages of franchising. ഫ്രാഞ്ചൈസിങ് കൊണ്ട് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് ശരിക്കും കിട്ടുന്നത് ഫ്രാഞ്ചൈസിക്ക് രണ്ടുപേർക്ക് കിട്ടുന്നുണ്ട്. ഫ്രാഞ്ചൈസർക്കും അഡ്വാൻറ്റേജസ് ഉണ്ട്, ഫ്രാഞ്ചൈസിക്കും അഡ്വാൻറ്റേജ് ഉണ്ട്, ഓർത്തോണം. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രാഞ്ചൈസർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജസ് കിട്ടും? ഫ്രാഞ്ചൈസർക്കല്ല, ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലേ? ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്നത് ഓർത്തോണം, ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ഹാക്ക് SPMA, സ്റ്റാഫ് ട്രെയിനിങ്, നോ SR, സ്റ്റാഫ് ട്രെയിനിങ്, നോ SR. കണ്ടോ? ഹാക്ക് ESPEMA. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ? ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസാ, ഫ്രാഞ്ചൈസർക്കല്ല ഫ്രാഞ്ചൈസർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ട്, വായിച്ചാൽ വളരെ എളുപ്പം കിട്ടുന്നതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് തന്നെ അത് കിട്ടുന്നതാണ്. ഓക്കെ, ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്നതാണ് ഹാക്ക് SPMA, സ്റ്റാഫ് ട്രെയിനിങ്, നോ SR. സ്റ്റാഫ് ട്രെയിനിങ്, നോ SR. ഓക്കെ, H നോക്കാം. H നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു മേഖല H. ഹൈ സക്സസ് ആണ്. ഒന്നാമത്തെ സാധനം എന്താണ്? ഹൈ സക്സസ്, അല്ലെ? ഹയർ സക്സസ് റേറ്റ് ആയിരിക്കും. ഹയർ സക്സസ് റേറ്റ് ഉണ്ടാകും, അല്ലെ? ഓൺട്രപ്രണർക്ക് ഒരു എന്താ പറയുന്നത്, ഹയർ സക്സസ് റേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഫ്രാഞ്ചൈസിക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടാകും. ഇപ്പൊ റെയ്മണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനി, അവര് ഷൂട്ടിങ്സിൽ വളരെ അറിയപ്പെടുന്ന, വളരെ റിനൗണ്ട് ആയിട്ടുള്ള, വളരെ എന്തായിട്ടുള്ള വേൾഡ് എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് റെയ്മണ്ട്സ് എന്ന് പറയുന്നത്. ഷൂട്ടിങ്സിൽ, അല്ലെ? ആ കമ്പനിയുടെ ഫ്രാഞ്ചൈസി, അല്ലെ, എടുക്കുമ്പോൾ എന്ത് കിട്ടും? അതിനുള്ള ആ റീച്ച്, എവിടെയൊക്കെ റീച്ച് ഉണ്ടോ, നമ്മൾ അതിനെക്കുറിച്ച് അഡ്വർടൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എവിടെയെങ്കിലും പോസ്റ്റർ വെക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. ഫ്രാഞ്ചൈസി തുടങ്ങിയാൽ മാത്രം മതി, അതിന് കസ്റ്റമേഴ്സ് ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഒരു ഹൈ സക്സസിൻ്റെ അത് ഹൈ റേറ്റ് ഓഫ് സക്സസ് ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലോ, ഒന്നാമത്തെ പോയിന്റ് ഹൈ
സക്സസ് റേറ്റ് ആണ്. എന്താണ്? ഹൈ സക്സസ് റേറ്റ് ഉണ്ടാകും അല്ലേ? ഹൈ സക്സസ് റേറ്റ് ആണ് ഒന്നാമത്തെ സാധനം. ഹൈ സക്സസ് റേറ്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻസ് അല്ലേ? ഒരു അസിസ്റ്റൻസ് കിട്ടും. എവിടെ നിന്ന്? ഫ്രാഞ്ചൈസറുടെ നിന്നൊരു അസിസ്റ്റൻസ് കിട്ടും, ഒരു സഹായം കിട്ടും. അത് ഏത് തരത്തിലുള്ള സഹായമാണോ ആവശ്യം, അത് കമ്പനിക്ക് ഏത് തരത്തിലുള്ള ആവശ്യമാണോ അത്തരത്തിലുള്ള സഹായം കിട്ടും. അതുപോലെ തന്നെ ഒരു കോസ്റ്റ് റിഡക്ഷൻ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ മൂന്നാമത്തെ സാധനമാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാകും, കോസ്റ്റിലൊരു റിഡക്ഷൻ ഉണ്ടാകും അല്ലേ? അപ്പൊ ഒന്ന് ഹൈ സക്സസ് റേറ്റ്, അസിസ്റ്റൻസ്, കോസ്റ്റ് റിഡക്ഷൻ. ഒന്ന് ഹൈ സക്സസ്, രണ്ട് ഹൈ സക്സസ് റേറ്റ്, അസിസ്റ്റൻസ്, മൂന്ന് കോസ്റ്റ് റിഡക്ഷൻ അല്ലെ? നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർ പവർ. ഒരു സ്റ്റാർ പവർ കിട്ടും, സ്റ്റാറിന്റെ ഒരു മൂല്യം, സ്റ്റാർ മൂല്യം കിട്ടും. ആർക്ക് കിട്ടും? അതിനുള്ള അധികാരം കിട്ടും അല്ലെ? സ്റ്റാർ ഇപ്പൊ വലിയൊരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഒരു സ്റ്റാർ പവർ കിട്ടും. നമ്മൾ സ്വന്തമായി തുടങ്ങുന്ന ഒരു കമ്പനി, സ്വന്തമായി തുടങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ആൾക്കാരിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടി വരും ഇന്നതാണ് എന്നത്. മറ്റതിന് ഓൾറെഡി ഒരു വാല്യൂ ഉണ്ട് അല്ലേ? ഒരു വാല്യൂ ഉള്ള ഒരു സാധനമാണ് അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാർ പവർ എന്ന് പറയുന്നത്. അടുത്ത സാധനമാണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞു അതിൽ നിന്നൊക്കെ പിക്ക് ചെയ്യാവുന്ന പോയിന്റ് തന്നെയാണ് ഇത്. മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ഉണ്ടാകും, വിപണനത്തിന് ആവശ്യമായ ഒരു സഹായം ഉണ്ടാകും അല്ലെ? അതുപോലെ തന്നെ എന്തുണ്ടാകും? സ്റ്റാഫിനൊരു ട്രെയിനിങ് ഉണ്ടാകും അല്ലെ? സ്റ്റാഫ് ട്രെയിനിങ്. ആർക്ക് പരിശീലനം? സ്റ്റാഫിന് ആവശ്യമായ പരിശീലനം കൊടുത്തിരിക്കും അല്ലെ? അതാണ് സ്റ്റാഫ് ട്രെയിനിങ്. അപ്പോൾ ഒന്ന് ഹൈ സക്സസ് റേറ്റ്, രണ്ട് അസിസ്റ്റൻസ്, മൂന്ന് കോസ്റ്റ് റിഡക്ഷൻ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർ പവർ ഉണ്ടാകും, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ഉണ്ടാകും, സ്റ്റാഫ് ട്രെയിനിങ് ഉണ്ടാകും. അതുപോലെ തന്നെ അടുത്ത പോയിന്റാണ് നോ പ്രൊമോഷൻ കോസ്റ്റ്. ഇതിന് എന്താവശ്യമില്ല? പ്രൊമോഷൻ കോസ്റ്റ് വേണ്ട. കാര്യം പരസ്യം കൊടുക്കാനോ വൻപമായി ഇപ്പോൾ റെയ്മണ്ട്സ് ആണ്, റെയ്മണ്ട്സിനെ കുറിച്ച് പരസ്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം പ്രൊമോഷൻ കോസ്റ്റ് കുറവായിരിക്കും അതിൻ്റെ അകത്ത്. അവിടെ പ്രൊമോഷൻ കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോൾ റൈറ്റ് കിട്ടും. ഇവിടെ സോൾ റൈറ്റ്സ് ഇൻ ദി പ്രൊഡക്റ്റ്. സോൾ റൈറ്റ് അല്ലേ? നോക്കിയേ, അവിടെ പ്രൊഡക്റ്റില് എന്താ പറയുന്നത്? വിൽക്കാനോ സേവനം ചെയ്യാനോ സർവീസ് ചെയ്യാനുള്ള അധികാരമാണ് ഇയാൾക്ക് കിട്ടുന്നത്. ആർക്ക്? ഫ്രാഞ്ചൈസി കിട്ടുന്നത്. ആ ഒരു റൈറ്റ് കിട്ടും അല്ലേ? അത് സോൾ റൈറ്റ് ആയിരിക്കും. മറ്റൊരാൾക്ക് അവിടെ ഫ്രാഞ്ചൈസി ഉണ്ടാവില്ല, അയാൾക്കായിരിക്കും അവകാശം. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റ് സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും അവകാശമാർക്കായിരിക്കും? ഫ്രാഞ്ചൈസർക്കായിരിക്കും. എന്തിൽ പറയാത്ത? എഗ്രിമെന്റ്സിൽ പറയാത്ത കാര്യങ്ങൾക്ക് എല്ലാം റൈറ്റ്സ് ആണ്. എഗ്രിമെന്റ്സിൽ എന്തൊക്കെയാണോ പറയുന്നത് ആ കാര്യങ്ങൾക്കുള്ള അവകാശം ആർക്കുണ്ടാവും? ഫ്രാഞ്ചൈസിക്ക് ഉണ്ടാവും അല്ലെ? ഇത്രയും ഗുണങ്ങൾ, ഇത്രയും അഡ്വാൻറ്റേജസ് ആർക്ക് കിട്ടും? ഫ്രാഞ്ചൈസിക്ക് കിട്ടും. ഓർത്തോണം മക്കളെ, ഈ കണ്ണുകൾ വെച്ചുകൊണ്ട് തന്നെ എന്ത് നോക്കുക? ഫ്രാഞ്ചൈസറെ നോക്കുക അല്ലെ? ഓക്കെ. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഹൈ സക്സസ് റേറ്റ് ഉണ്ടാകും, അസിസ്റ്റൻസ് ഉണ്ടാകും, കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാകും, സ്റ്റാർ പവർ ഉണ്ടാകും, മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ഉണ്ടാകും, സ്റ്റാഫ് ട്രെയിനിങ് ആണ്, നോ പ്രൊമോഷൻ കോസ്റ്റ് ആണ്. അടുത്തത് എന്താണ്? സോൾ റൈറ്റ് ഉണ്ടാകും. എന്തിനുള്ള സോൾ റൈറ്റ്? പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സോൾ റൈറ്റ് ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസിങ്ങിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസിങ് വിൽപ്പനാധികാരം കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെ? സേവനാധികാരം കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? സേവനാധികാരം കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയും. ഇനി മറ്റൊരു ഭാഗം, നമ്മൾ ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൊഡ്യൂളിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനാണ് MSME എന്ന് പറയുന്ന ഭാഗം. MSME എന്ന് പറയുന്ന സാധനം, MSME അല്ലെ? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്നാണ്, ഓൺട്രപ്രണർഷിപ്പ് എന്നാണ് അല്ലെ? ചെറുകിട സംരംഭങ്ങൾ, മധ്യനിര സംരംഭങ്ങൾ, അങ്ങനെയുള്ള സംരംഭങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ? മൈക്രോ സ്മോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 2006 ഇന്ത്യയിൽ ഈ ഒരു ആക്ട്, ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു ആക്ട്, MSMEയുടെ ആക്ട്
നിലവിൽ വന്നു. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. MSME എന്താണെന്ന് നമ്മൾ നോക്കുക. മൈക്രോ സ്മോൾ മീഡിയം ഓൺട്രപ്രണേഴ്സ് ഓൺ എന്റർപ്രൈസ്. ഓൺട്രപ്രണേഴ്സ് ഓർ എന്റർപ്രൈസ് എന്നാണ്. മൈക്രോ സ്മോള് മീഡിയം ഓൺട്രപ്രണർഷിപ്പ് ഓർ എന്റർപ്രൈസസ് എന്നോ പറയാം അല്ലേ. അപ്പൊ നോക്കിയാൽ മൈക്രോ സ്മോള് മീഡിയം എന്റർപ്രണർഷിപ്പ് അല്ലേ. ഇന്ത്യയിലെ 2006 ആക്ടിൻ പ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആരെ ഒഴിവാക്കി? വിദേശ കമ്പനികളെ നമ്മൾ ഒഴിവാക്കി. എങ്ങനെ? റോ മെറ്റീരിയൽ വാങ്ങുന്നതിൽ നിന്നും നമ്മളിൽ നിന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോകുന്നവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ചെറുകിട സംരംഭങ്ങളെ കാർവേ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക്, ഇതൊന്നും നമ്മുടെ സിലബസിൽ പറയാത്ത കാര്യം എങ്കിലും കാർവേ കമ്മിറ്റി പറഞ്ഞു. എന്ത് പറഞ്ഞു? പിന്നെ ചെറുകിട സംരംഭങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതിനെക്കുറിച്ച് പഠിച്ചു. ഇന്ത്യയിൽ ചെറുകിട സംരംഭങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കാം? റോ മെറ്റീരിയൽസിന് ബദലായി, ഇപ്പോൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റോ മെറ്റീരിയൽസിന് ബദലായി പകരമായി എന്ത് ചെയ്യാം? നമ്മുടെ ചെറുകിട സംരംഭങ്ങളെ കൊണ്ട് എന്തുണ്ടാക്കിക്കാം? റോ മെറ്റീരിയൽസ് ഉണ്ടാക്കിക്കാം എന്ന് പറഞ്ഞു. കണ്ടോ? റോ മെറ്റീരിയൽസ് ഉണ്ടാക്കിച്ചെടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കിച്ച് ആരെ മുന്നോട്ട് കൊണ്ടുവന്നു? ചെറുകിട സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നു അല്ലേ. നമ്മൾ ഈ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു 63 മില്യണോളം യൂണിറ്റ്സ്, 63 മില്യൺ യൂണിറ്റ്സ് ഇവിടെ വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. 111 മില്യൺസിന് മേലുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലെ എംപ്ലോയീസ് ഇതിൽ പ്രവർത്തിച്ചു പോരുന്നുണ്ട് അല്ലെ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 30% മുകളിൽ 30% എങ്ങോട്ട് ഇന്ത്യൻ ഇക്കണോമിയിലേക്ക് സംഭാവന ചെയ്യാൻ ഈ സെക്ടറിന് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമാണോ? അല്ല, വലിയ കാര്യമാണ്. ഇപ്പൊ ഈ മേഖലയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലേ. ഏത്? MSME കുറിച്ച് പഠിക്കേണ്ടതാണ്. വാട്ട് ഈസ് MSME? മൈക്രോ സ്മോള് മീഡിയം ഓൺട്രപ്രണർഷിപ്പ് അല്ലേ. മനസ്സിലായല്ലോ? അതിന്റെ പെർസെൻറ്റേജ്, അതിൻ്റെ എത്ര യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര എംപ്ലോയീസ് ഉണ്ട്. കണ്ട, എംപ്ലോയിയുടെ ബാഹുല്യം കൂടുതലാണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ടു ദി ഇക്കണോമി അത് കൂടുതലാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ടറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അല്ലേ. യെസ്. അപ്പോൾ ആ മേഖലയിലേക്ക്, അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. യെസ്. ഇവിടെ ഈ ആക്ട്, ഓൺ ദ ബേസിസ് ഓഫ് ആക്ട്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ മെയ്ഡ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ആൻഡ് മിഷനറി എക്സ്ക്ലൂഡിങ് ഇൻവെസ്റ്റ്മെന്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് ഉള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 2.24 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ബോക്സിൽ നോക്കുക. പേജ് നമ്പർ 2.24 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ടൈം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഉണ്ടോ? ആ ബോക്സ് നോക്കുക നിങ്ങൾ. ആ ബോക്സിൽ പറഞ്ഞിരിക്കുന്നു മൈക്രോ എന്റർപ്രൈസസിന്, മാനുഫാക്ചറിങ് എന്റർപ്രൈസസ് ആണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കണം? അപ് ടു 25 lakhs ആയിരിക്കണം. നേരെ മറിച്ച് അത് സർവീസ് എന്റർപ്രൈസ് ആണെങ്കിൽ അപ് ടു 10 lakhs ആയിരിക്കണം. കണ്ടോ? അപ് ടു 10 lakhs ആയിരിക്കണം. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ആണെങ്കിൽ, സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആണെങ്കിൽ എബവ് 25 lakhs ആയിരിക്കണം. ആൻഡ് അപ് ടു 5 കോടി രൂപയായിരിക്കണം, 5 crores ആയിരിക്കണം. അതുപോലെ തന്നെ സർവീസ് സെക്ടർ ആണെങ്കിൽ എബവ് 10 lakhs, 10 lakhs ആൻഡ് അപ് 2 crores ആയിരിക്കണം അല്ലെ. 2 crores ആയിരിക്കണം. അതുപോലെ തന്നെ മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ എബവ് 5 കോടി രൂപ ആൻഡ് അപ് ടു 10 crores ആയിരിക്കണം. അപ് ടു 10 crores ആയിരിക്കണം. അതുപോലെ തന്നെ സർവീസ് സെക്ടർ ആണെങ്കിൽ എബവ് 2 കോടി രൂപ ആൻഡ് അപ് ടു 5 കോടി രൂപ. കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത് MSMEs ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് സീലിംഗ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി. പ്ലാന്റ് ആൻഡ് മിഷനറിയിൽ ഒരു സീലിംഗ് ആയിട്ട് ഏറ്റവും ടോപ്പ് എമൗണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത്, എമൗണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതാണ്. അതായത് മാനുഫാക്ചറിങ് എന്റർപ്രൈസിലും സർവീസ് എന്റർപ്രൈസിലുമാണ് നമ്മൾ പറഞ്ഞത്. മാനുഫാക്ചറിങ് എന്റർപ്രൈസിലും പറഞ്ഞു, നമ്മൾ സർവീസ് എന്റർപ്രൈസിലും പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെ. ഇതിന്റെ ഒരു ആക്ട് എന്ന് പറയുന്നത്, ഈ MSMEയുടെ ഒരു ഡെവലപ്മെന്റ് ആക്ട് ഉണ്ട്.
അപ്പൊ MSME ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. MSME ഡെവലപ്മെന്റ് ആക്ട്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഒന്ന്, നമ്മൾ ബാക്കിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ അകത്ത് MSME ഡെവലപ്മെന്റ് ആക്ട്, അതൊരു ബോർഡാണ്, അതിന്റെ സംവിധാനം. ചെറിയൊരു പോയിന്റ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വരുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. MSME ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്. അടുത്തതെന്ന് പറയുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? താങ്ക് യു.